കേന്ദ്ര ബജറ്റ് നാളെ. ആഗോള രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ അടിത്തറയിലാണെന്ന് ആവർത്തിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 6.5 മുതൽ 7% വരെ വളർച്ചയുണ്ടാകുമെന്ന് പ്രവചിക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചു. 3ാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് നാളെ ധനമന്ത്രി അവതരിപ്പിക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച് സൂചന നൽകുന്ന സാമ്പത്തിക സർവേയിൽ പറയുന്നതിലേറെയും ശുഭകാര്യങ്ങളാണ്. ഒപ്പം തന്നെ ചില വെല്ലുവിളികളും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങൾക്കപ്പുറം സമ്പദ്വ്യവസ്ഥ വളർന്നെന്ന് തന്നെയാണ് കണക്കുകൾ നിരത്തി സ്ഥാപിക്കുന്നത്. രാജ്യപുരോഗതിയിൽ മൂലധന വിപണി വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് സർവേയിൽ പറയുന്നു. പ്രതിവർഷം 80 ലക്ഷം തൊഴിലുകൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭൗമരാഷ്ട്രീയ അസ്ഥിരതകളും വിപണികളിലെ ചാഞ്ചാട്ടവും കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ പരിഗണിച്ചുള്ള നയരൂപീകരണങ്ങൾ വേണമെന്നും വി അനന്തനാഗേശ്വരൻ വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ നൂതന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാകും ബജറ്റെന്ന് സർവേ സൂചന നൽകുന്നു. സമ്പത്ത് കുറച്ചുപേരിലേക്ക് ഒതുങ്ങുന്നതും AI അധിഷ്ഠിത തൊഴിൽ സംസ്കാരവും ശ്രദ്ധ വേണ്ട വിഷയങ്ങളാണെന്നും സർവേ പറയുന്നു. കോർപ്പറേറ്റ് മേഖലയിൽ നിയമനങ്ങളും വേതനവും വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശവും സർവേയിലുണ്ട്. 24 ഡൽഹി.